നമസ്കാരം. ഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ രാശി മാറിക്കൊണ്ടിരിക്കും. ധനം, ഭാഗ്യം, സമൃദ്ധി, ആത്മീയത ഇവയുടെയൊക്കെ ഗ്രഹമാണ് വ്യാഴം. നവംബർ 11 രാത്രി 10:11 വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങും. മാർച്ച് 11, 2026 വരെ വ്യാഴം വക്രഗതിയിലാണ് സഞ്ചരിക്കുക. എല്ലാ വർഷവും 120 ദിവസം വ്യാഴം വക്രഗതിയിലാണ് സഞ്ചരിക്കാറുള്ളത്. ഈ വർഷം വ്യാഴം അതിചാരി അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നവംബർ 11 മുതൽ ഡിസംബർ 5 വരെ കർക്കിടകൻ രാശിയിലാണ് വ്യാഴം വക്രഗതിയിൽ. അതിനുശേഷം വ്യാഴം മിഥുനൻ രാശിയിലാണ്. അതുകൊണ്ട് ഡിസംബർ 5 മുതൽ മാർച്ച് 11, 2026 വരെ മിഥുനൻ രാശിയിലാണ് വ്യാഴത്തിന്റെ വക്രഗതി. വക്രഗതിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ എല്ലാ നക്ഷത്രക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക. ആരുടെയൊക്കെ ജാതകത്തിൽ വ്യാഴം ബലവാനാണ്, ശുഭസ്ഥാനത്താണ്, അവർക്കൊക്കെ കൂടുതലും ശുഭഫലമാണ് കിട്ടുക. അതുപോലെ ആർക്കൊക്കെ വ്യാഴ ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്നത് അവർക്കും ശുഭഫലം തന്നെയാണ് കിട്ടുക. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ, മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാകും, ആരോഗ്യം നല്ലതാകും. അതുപോലെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടാനൊക്കെ അനുകൂലമാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. ചിലർക്ക് കൃഷിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, വസ്തുവിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും. കലാസാഹിത്യാദി രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് പേര്, പ്രശസ്തിയൊക്കെ വർദ്ധിക്കും. വ്യാഴത്തിന്റെ ഈ വക്രഗതിയിൽ ശുഭഫലം കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, ചോതി, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ചതയം, പുരുരുട്ടാതി നക്ഷത്രക്കാർക്കാണ്. മറ്റു നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.